ഓടി വന്ന് വലിയ കരച്ചിൽ കേട്ടുകൊണ്ട് ഓടി വന്നപ്പം ഞാൻ കണ്ടത് മുറ്റത്ത് മണലാണ്. മണലിൽ വലിയൊരു ഉറുമ്പിൻ്റെ കൂടുണ്ട് വലിയ. അതിലെൻ്റെ കുഞ്ഞിനെ കൊണ്ടുവന്ന് അവരിരുത്തിയിട്ട് അകത്ത് കയറി കതകിൻ്റെ മറയിൽ നിന്ന് ഒളിച്ചു നോക്കുന്നു. എൻ്റെ കുഞ്ഞ് കാലും ദേഹം മുഴുവനും ഉറുമ്പ് പൊതിഞ്ഞ് എഴുന്നേറ്റ് മാറാൻ പോലും കഴിയാതെ വാവിട്ട് കരയുന്നു, വില വിളിക്കുന്നു. എണീറ്റ് മാറാൻ കഴിയാതെ എൻ്റെ കുഞ്ഞ് പിടയ്ക്കുന്ന കണ്ട് ഞാൻ ഓടിച്ചെന്ന് കോരിയെടുത്ത് അകത്തോടുകൂടിയപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്ക് കുഞ്ഞുങ്ങൾക്ക് കുറുക്കാൻ അത് നിൻ്റെ ഭർത്താവ് ചിലവിന് പൈസ ഈ മാസം അയച്ചില്ലല്ല, അതിന് താമസിക്കുന്നത് വിളിച്ച് ചോദിച്ചു പൈസ ഇതുവരെ അയക്കാത്തതെന്ന്. ഞാൻ ചേട്ടനോട് പൈസ കറക്റ്റ് അയക്കും. അപ്പം ഞാനത് കൃത്യമായിട്ട് അയക്കുന്നുണ്ടല്ലോ, മാസം ശമ്പളം കിട്ടിയ ഉടനെ പിന്നെ ഞാൻ താമസിപ്പിക്കത്തില്ല, അത് അപ്പോഴേ അയച്ചു കൊടുക്കും. അവിടെ നല്ല കമ്പനിയായിരുന്നു, അവിടെ ജോലിക്ക് കയറി. അപ്പം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് എൻ്റെ വീട്ടിൽ ഞാൻ നഴ്സറി സ്കൂളിലും പോയിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് 2 വർഷമൊക്കെ ആയപ്പം അപ്പോൾ 2010 പിന്നെ ഭർത്താവിൻ്റെ 10 സെൻറ്റ് എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞത് അച്ഛനും അമ്മയും എഴുതി വെച്ച്. അത് ഞാൻ അറിഞ്ഞില്ല. അതിനകം വെച്ച് ഭർത്താവ് എന്നോട് വിളിച്ചപ്പം ചേട്ടൻ പറഞ്ഞ് ഇതെനിക്ക് കുറച്ച് പൈസ ആവശ്യപ്പെട്ട് അങ്ങോട്ട് അയച്ചു കൊടുത്ത് പ്രമാണം എഴുതാനാണെന്ന് പറഞ്ഞ് ഞാൻ ലീവിന് നാട്ടിൽ വന്നു. വീട് വയ്ക്കുന്ന കാര്യം പറഞ്ഞ് എത്രയും വേഗം വീട് പണി തുടങ്ങാൻ പോവുകയാണ്, അതുകൊണ്ട് എത്രയും വേഗം നാട്ടിൽ വരുമെന്ന് പറഞ്ഞു. 2 വർഷമായപ്പം തന്നെ നാട്ടിൽ വന്നു. വീട്ടിൽ വന്ന് അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് ആഹാരവും കഴിച്ച് നേരെ അളിയൻ്റെ വീട്ടിൽ ചെന്ന് അവിടെ ബസ് സ്റ്റോപ്പിൽ ചെന്ന് ഇറങ്ങിയിട്ട് പോസ്റ്റ് ഓഫീസിൽ മുതൽ ബസ് സ്റ്റോപ്പിൽ ചെന്ന് ഇറങ്ങിയിട്ട് നടന്നാണ് പോയത്. അവിടെ ചെന്ന് അളിയനെ കണ്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ തന്ന ബുക്ക് കാണിച്ചപ്പം അളിയനെ വായിച്ചപ്പോൾ മനസ്സിലായി അതിൽ അറ്റാക്കിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയിട്ട് വാ, ഇന്ന് തന്നെ പോയിട്ട് വാ, ഇത് നാളത്തേക്ക് മാറ്റി വയ്ക്കേണ്ടെന്ന്. അങ്ങനെ അനുവാദം മേടിച്ചുകൊണ്ട് ഞാൻ ചേട്ടനെയും കൂട്ടി ഡോക്ടറെ വീട്ടിൽ ചെന്ന് ഡോക്ടർ ജേക്കബ് ജോർജ് സാർ നല്ല മനസ്സുള്ളൊരു സാറാണ്, സാറിനോട് എപ്പോഴും എനിക്ക് നന്ദിയുണ്ട്. സാറ് കണ്ട ഉടനെ ചേട്ടനെ നോക്കിയിട്ട് പറഞ്ഞ് പിറ്റേന്ന് OPയിൽ വരാൻ. അങ്ങനെ OPയിൽ കൊണ്ടുപോയി കുറച്ച് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കിയപ്പോഴാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കിയപ്പോൾ ക്രിയാറ്റിനൊക്കെ കൂടി, കിഡ്നി 2 ഡാമേജ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കിഡ്നി 2 ഡാമേജ് ആണ്, അപ്പോൾ നമുക്ക് ഉടനെ മാറ്റി വെച്ചേ പറ്റുള്ളൂ. അപ്പോൾ രക്തബന്ധത്തിലുള്ളവർ കുടുംബത്തിൽ അച്ഛനെയോ അമ്മയോ സഹോദരിമാരെയോ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. ചേട്ടൻ പറഞ്ഞു അവരൊന്നും അങ്ങനെ നിൽക്കുമെന്ന് തോന്നി. അപ്പോൾ അതിനെന്താ ഞാൻ സംസാരിക്കാൻ, ഡോക്ടർ പറഞ്ഞു ഞാൻ സംസാരിക്കാൻ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. അന്ന് തന്നെ വീട്ടിൽ വന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ അളിയാനും വന്ന് കാര്യം പറഞ്ഞ് ഹോസ്പിറ്റലിൽ വന്ന ദിവസം അവിടെ നിന്ന് വണ്ടി ഇരുന്നപ്പം തൊട്ട് കരച്ചിലായിരുന്നു, ഭയങ്കര കരച്ചിലായിരുന്നു. വീട്ടിൽ വന്നിട്ടും അച്ഛനടുത്തൊന്നും പറഞ്ഞില്ല, ചേട്ടൻ ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ തിരുവനന്തപുരത്തുള്ള മുരുകൻ എന്ന് പറഞ്ഞാൽ ആ കൂട്ടുകാരനെ വിളിച്ച് പറഞ്ഞു. ആ കൂട്ടുകാരൻ ഇവിടെ നാട്ടിൽ വന്നു, പിറ്റേന്ന് നാട്ടിൽ വന്നു. ഞങ്ങളപ്പോഴും ഹോസ്പിറ്റലിൽ പോയിട്ട് വീട്ടിലുണ്ട്. പിന്നെ ചേട്ടന് ബന്ധുക്കളെ കാണാൻ പോകും, എല്ലാ പ്രാവശ്യവും വന്ന ബന്ധുക്കളെ, അതിന് ചേട്ടൻ്റെ കുഞ്ഞമ്മമാരൊക്കെ ഉണ്ട്, അവരെ കാണാൻ പോയപ്പോൾ ഈ കൂട്ടുകാരൻ ചേട്ടൻ്റെ വീട്ടിൽ ചെന്ന് അച്ഛനും അമ്മയടുത്ത് കാര്യം പറഞ്ഞു, എനിക്ക് കിഡ്നി 2 ഡാമേജ് ആണ്, സുഖമില്ലാതെയാണ് നാട്ടിൽ വന്നേക്കുന്നത്. ചേട്ടന് ഈ ഒരു അവസ്ഥയായപ്പോൾ ഞാനും അങ്ങ് മാനസികമായിട്ട് തകർന്നു. ചേട്ടനങ്ങ് ബഹളമായി, കട്ടിലിൽ നിന്ന് ഇറങ്ങി ഓടുകയും താഴെ വീഴുകയൊക്കെ ചെയ്ത്. പിന്നെ ഇച്ചിരി കുറഞ്ഞ് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് വീട്ടിൽ തന്നെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ പിറ്റേന്ന് രാത്രി ആകുമ്പോൾ തന്നെ ചേട്ടന് വീണ്ടും ശ്വാസം മുട്ട് കൂടും. അവർ സംസാരമൊക്കെ കേൾക്കുമ്പോൾ വീണ്ടും ശ്വാസം മുട്ട് കൂടും. വീണ്ടും ഞാൻ വണ്ടി വിളിച്ച് മെഡിക്കലിൽ കൊണ്ടുവരണം. അവിടെ ഒരാഴ്ചയൊക്കെ കിടന്നു കഴിയുമ്പോൾ ഒരുവിധം നോർമലാകുമ്പോൾ ഞാൻ വീട്ടിൽ കൊണ്ടുവരും. വീട്ടിൽ വന്ന ചേട്ടൻ ഒരു ദിവസം പോലും അവിടെ നിൽക്കത്തില്ല, പിന്നും ശ്വാസം മുട്ട് കൂടുന്നു. വീണ്ടും അങ്ങനെ 2-3 പ്രാവശ്യം ആവർത്തിയായി. അപ്പോഴീ ചേട്ടൻ ശ്വാസം കിട്ടാതെ റൂമിൽ കിടന്ന് വെപ്രാളം വിടുമ്പോൾ ഞാൻ അളിയനെ വിളിക്കും, അണ്ണ ഒന്ന് വണ്ടി വിളിച്ചുകൊണ്ട് പോവാ, ചേട്ടന് അസുഖം കൂടിക്കൊണ്ടു. അപ്പോഴും പറയും നിനക്ക് വേണമെങ്കിൽ കൊണ്ടുപോയിക്കോ, ഞങ്ങളെന്തോ വേണമെന്ന് പറഞ്ഞ് കൈ ഒഴിയും. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ എനിക്ക് അങ്ങ് തളർന്നു. ചേട്ടനെ ഞാൻ എങ്ങനെ രക്ഷിക്കും? ഒറ്റയ്ക്ക് അങ്ങനെ ഞാൻ എന്ത് പറയുന്നത്, ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് കൊണ്ടുപോയിട്ട് ഡോക്ടറെ അടുത്ത് കാര്യം പറഞ്ഞു. അങ്ങനെ ചേട്ടന് ഒരുവിധം നോർമലായി. അടുത്ത് ഒരു വാക്കുപോലെ എനിക്കൊരു സ്നേഹം അവർ തരുന്നു. ഒരു ഗ്ലാസ് ചായ വെള്ളം മേടിക്കാൻ പോലും ഹോസ്പിറ്റലിൽ അവരാരും വന്ന് സഹായിച്ചിട്ടില്ല മാഡം. എന്നിട്ട് എൻ്റെ ചേട്ടനെ ഞാൻ എങ്ങനെ രക്ഷിക്കാൻ നോക്കിയിട്ട് മാനസികമായിട്ട് തറന്നു. അന്ന് രാത്രി എൻ്റെ ചേട്ടൻ ആ മുറിയിൽ എന്നോട് ചാരിയിരുന്ന് കൂട്ടുകാരെ വിളിക്കണമെന്ന് പറഞ്ഞ് ഹെൽപ്പില്ല. അങ്ങനെ കൂട്ടുകാരനെ വിളിച്ച് സംസാരിച്ച് അവർ പറഞ്ഞ് സമാധാനമായിട്ടിരുന്ന് ഞങ്ങളുണ്ട് കൂടെ, നമുക്ക് ഏത് ഹോസ്പിറ്റലിൽ, അമൃത ഹോസ്പിറ്റലിൽ എറണാകുളം, അവിടെ വിളിച്ച് എല്ലാം ശരിയാക്കി തരാം, അവിടെ പോകാമെന്നും പറഞ്ഞ് അന്നത്തെ രാത്രി എല്ലാം ശരിയാക്കി കിടന്നതാ. ഇച്ചിരി നേരം കിടന്നില്ല, പെട്ടെന്ന് ശ്വാസം മുട്ട് കൂടി. അപ്പോഴും എന്നെ വണ്ടി വിളിക്കാൻ പറഞ്ഞു. രാത്രി 11:30 പെട്ടെന്ന് അപ്പുറത്തോടി കുഞ്ഞമ്മേരെ ഭർത്താവിനെ വിളിച്ച് അങ്ങനെ വണ്ടി വിളിച്ചപ്പോഴേക്കും ചേട്ടൻ മുറിയിലങ്ങ് വീണ്.
മയക്കമായി, ഓർമ്മയില്ലാതെ അങ്ങനെ. പിന്നെ എൻ്റെ മടിയിൽ കിടത്തിയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും എൻ്റെ ചേട്ടൻ പോയി നടത്താം, ചേട്ടൻ്റെ ജീവൻ രക്ഷിച്ചു. അതിന് ശേഷം ഹസ്ബൻഡിൻ്റെ പേരിൽ. അല്ല പിന്നെ 16-ന്റെ അന്ന് പലോളി കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങി മാഡം. അന്ന് ഇറങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങള് സമയത്ത് ഇനിയിപ്പോ നിന്നിട്ട് സഹോദരിമാരും മൂത്ത അളിയനും അമ്മയായിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പൊയ്ക്കണം, എന്നെയും കുഞ്ഞുങ്ങളെയും കൊന്ന് കായലിൽ തള്ളും, അവിടെ ജീവിക്കാൻ പറ്റും, അവരച്ഛനും അമ്മയ്ക്കും സ്വസ്ഥമായിട്ട് ജീവിക്കണമെന്ന് പറഞ്ഞു.